കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് മണിക്കൂറുകൾ അതിനടിയിൽ കിടന്ന് ജീവൻ നഷ്ടപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു. കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തവും ആ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച കേരളീയരും കണ്ടത് വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയും സ്ഥലത്തെ മന്ത്രിയും കാണിച്ച ശുദ്ധമായ വിവരക്കേടാണ്. കാരണം 10:30 മണിയോടെ കെട്ടിടം ഇടിഞ്ഞു വീണ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മന്ത്രി വീണ ജോർജും മന്ത്രി വാസവനും സ്ഥലത്തെത്തി. എത്തിയ ഉടൻ അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇടിഞ്ഞു വീണ കെട്ടിടം പൂട്ടിയിട്ടിരുന്നതാണ്, അടച്ചു പൂട്ടിയിട്ടിരുന്ന കെട്ടിടമാണ്, അതിനകത്ത് ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കും മറ്റൊരാൾക്കും മാത്രമാണ് കെട്ടിടം വീണപ്പോൾ നിസ്സാര പരിക്കേറ്റത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സേഫാണ്. മന്ത്രി വാസവന് 5 പ്രാവശ്യവും മന്ത്രി വീണ ജോർജ് 3 പ്രാവശ്യവുമാണ് അടച്ചിട്ടിരുന്ന കെട്ടിടമാണ്, അത് ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു, അത് പൊളിക്കാൻ മാറ്റിവെച്ചതാണ് എന്ന് പ്രസ്താവിച്ചത്. അപ്പോഴെല്ലാം ജീവന് വേണ്ടി ബിന്ദു എന്ന വീട്ടമ്മ ആ കല്ലുകൾക്കടിയിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. ചാണ്ടി ഉമ്മൻ എം എൽ എ ഈ കാണാതായ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് അടിയിൽ പെട്ടുപോയ ബിന്ദുവിന്റെ മകളുമായി സംസാരിച്ച ശേഷം ഓടിയെത്തി ആ കെട്ടിടത്തിനടിയിൽ ആളുണ്ട് എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴാണ് JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചതും ആ യന്ത്രസാമഗ്രികളെത്തി കെട്ടിട അവശിഷ്ടങ്ങൾ പൊളിച്ചു നീക്കി ഏതാണ്ട് 12:30 മണിയോടെ 2.5 മണിക്കൂറിന് ശേഷം ബിന്ദുവിന്റെ ചേതനയേറ്റ ശരീരം കണ്ടെടുത്തത്. അപ്പോൾ മന്ത്രിമാർ ഒരു ദുരന്ത സ്ഥലത്തെത്തിയാൽ എങ്ങനെ പെരുമാറണം, അവർ എന്തു പറയണം എന്നെല്ലാം അറിയാത്തവരാണ് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ, പ്രത്യേകിച്ചും ആരോഗ്യമന്ത്രിയും സഹകരണ മന്ത്രിയും എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലത്തെ ദൃശ്യങ്ങൾ. അവർക്കൊരു തെറ്റ് പറ്റി എങ്കിൽ അത് തെറ്റായിപ്പോയി, ഞങ്ങൾ അങ്ങനെ പറഞ്ഞുപോയി എന്ന് പറയാനുള്ള ആർജവം പോലും കാണിച്ചില്ല. സംഭവം കഴിഞ്ഞ് വൈകാതെ പത്രസമ്മേളനം നടത്തി തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തനിക്ക് കിട്ടിയ വിവരം ഫയർഫോഴ്സും പോലീസും ആശുപത്രി സൂപ്രണ്ടുമെല്ലാം തങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് മന്ത്രിമാർ ആവർത്തിച്ചത്. മകൾ നവമിയയ്ക്ക് ഓപ്പറേഷൻ നടത്താനായിട്ടാണ് അമ്മ ബിന്ദു മകളെയും കൊണ്ട് ആഴ്ചകളായി ആശുപത്രിയിലെത്തിയത്. നവമിയ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. അവർക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി ഒരു ഓപ്പറേഷൻ കൂടിയുണ്ട്. അപ്പോൾ കൂട്ടിരിക്കാൻ വന്ന ബിന്ദുവിനെ കാണാതായപ്പോൾ തന്നെ മകൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു അമ്മയെ കാണാനില്ല. പക്ഷെ അത് കേൾക്കാൻ ആരും ഉണ്ടായില്ല. ചാണ്ടി ഉമ്മൻ MLA വാർഡിനകത്ത് ചെന്നപ്പോഴാണ് മകൾ ഇത് പറയുന്നത് കേട്ടതും ചാണ്ടി ഉമ്മൻ വന്ന് ബഹളം വെച്ച് പരിശോധിക്കണം എന്ന് പറഞ്ഞത്. അപ്പം സ്വാഭാവികമായും ഒരു കെട്ടിടം തകർന്നു വീണാൽ സാധാരണ മനുഷ്യർ പോലും ചെയ്യുക ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കടിയിൽ മനുഷ്യരോ ജന്തുക്കളോ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അത്തരമൊരു സാമാന്യ ബുദ്ധി പോലും നമ്മുടെ മന്ത്രിമാർ കാണിച്ചില്ല. അപ്പോൾ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് മന്ത്രിമാരായ ഇവർ കള്ളം പറയാൻ പാടുണ്ടോ? അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയായാലും അസത്യം ജനങ്ങളോട് പറയുന്നത് എത്ര ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റുകൾ വൈകിയാണെങ്കിലും തിരുത്താനുള്ള ബാധ്യതയില്ലേ? കൂട്ടിരിക്കാൻ വന്ന ഒരു വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അതിലൊരു ഖേദം, അതിലൊരു ദുഃഖം രേഖപ്പെടുത്താതെയാണ് വാർത്താസമ്മേളനത്തിൽ വീണ ജോർജ് സംസാരിച്ചത്. മാധ്യമപ്രവർത്തകർ ആരോ ചോദിച്ചു, ഈ സംഭവത്തിൽ താങ്കൾ ദുഃഖം രേഖപ്പെടുത്തുന്നില്ലേ? അപ്പോൾ അത് ഖേദകരമാണ് എന്ന് മന്ത്രി പറഞ്ഞു. ഇതാണോ ഒരു ജനകീയ മന്ത്രിയിൽ നിന്ന് വരേണ്ട പ്രതികരണം? എന്തായാലും 2 കുട്ടികൾക്ക് അമ്മ നഷ്ടപ്പെട്ടു. പുതുതായി ജോലി ലഭിച്ച മകൻ നവനീത് ആദ്യ ശമ്പളം നൽകാൻ അമ്മയെ കാണാനെത്തിയപ്പോഴാണ് ഈ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചത്. ചേതനയേറ്റ അമ്മയുടെ മുഖം തിരിച്ചറിയേണ്ട അവസ്ഥയിലാണ് നവനീത് അവിടെ എത്തിയത്. ഏറ്റവും വിചിത്രം, കോട്ടയത്ത് തന്നെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആണ് സംഭവ സ്ഥലത്തെത്തിയത്. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലോചനാ യോഗം നടത്തി ജില്ലാ കളക്ടറോടും മന്ത്രിമാരോടും സംസാരിച്ച് മടങ്ങി. ദുരന്തത്തിൽ മരിച്ചുപോയ സ്ത്രീയെ അന്വേഷിക്കാനോ ആ ബന്ധുക്കളെ കാണാനോ ദുരന്തം നടന്ന സ്ഥലം പോയി കാണാനോ പോലും മുഖ്യമന്ത്രി കൂട്ടാക്കിയില്ല. സാധാരണ പറയുന്നത് പോലെ
ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു പുല്ലും അറിയില്ല എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനെക്കുറിച്ച്, ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല.